Hi. Srijit Panikar. Hello. I'm Malvika Mohan. Welcome Hey, to hi. Walk With Me. Thank you. How are you doing? സുഖം Sugam. നന്നായിരിക്കുന്നു. How are you? നന്നായിരിക്കുന്നു. I'm good too. Thank you. So, I thought we'll start with your childhood and your family. Okay. കൂടുതൽ പറഞ്ഞു തരൂ about your childhood, your family. How growing up in that family helped you to become the person that you are today? ഓക്കെ എൻ്റെ സ്ഥലം പന്തളമാണ്. അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്ഥലമല്ല പന്തളം. Oh. അച്ഛൻ്റെ സ്ഥലം കുട്ടനാടാണ്. അവിടെ രാമങ്കരി വേഴപ്ര എന്ന സ്ഥലമാണ്. അമ്മ പത്തനംതിട്ട കുമ്പഴയാണ്. Okay. അപ്പോൾ അച്ഛൻ സിൻഡിക്കേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ ഒരിക്കൽ ട്രാൻസ്ഫർ കിട്ടി പന്തളത്ത് വരുന്നു. അപ്പോൾ പന്തളത്ത് അന്നത്തെ കാലം മുതൽ തന്നെ സ്കൂളുണ്ട്, കോളേജുണ്ട്, നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്ത് വന്നാൽ പിന്നെ അവിടെ അങ്ങ് സെറ്റിൽ ആവാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് അങ്ങനെ അവിടെ ആയതാണ്. Oh. അപ്പോൾ അതുകൊണ്ട് പന്തളമാണെങ്കിലും പന്തളത്ത് ഞങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ല. Okay. അപ്പോൾ അവിടെ വളർന്നു. അപ്പോൾ ഈ ഒരു ഫോക്കസ് ഉണ്ടല്ലോ, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പേരൻസിൻ്റെ ഒരു വലിയ ഫോക്കസ് ഏറിയായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളുടെ ഒരു പിന്നെ അപ്ബ്രിങ്ങിങ്ങിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് വാല്യൂസ്, അത് ഏതൊരു ഫാമിലിയിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു കുട്ടിക്കാലം. പിന്നെ നല്ല എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് കിട്ടി, അങ്ങനെ തന്നു. അങ്ങനെ സംഭവ ബഹുലമല്ലാത്ത ബാല്യം. എങ്ങനെയാണൊരു സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ അനാലിസിസിലോട്ട് തിരിയുന്നത്? ഹൗ ഡിഡ് ദാറ്റ് ദോസ് സബ്ജക്ട് ഇൻട്രസ്റ്റ് യു? അത് വളരെ യാദൃശ്ചികം. സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ ഡിബേറ്റ് കോമ്പറ്റീഷൻസ് ഒന്നുമില്ല, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇല്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആകെ എന്നുള്ളത് എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ആണ്, അതല്ല എങ്കിൽ പ്രസംഗ മത്സരങ്ങളാണ്. ഇത് രണ്ടിനും പോകും. അപ്പോൾ ഇതത്ര സ്കൂളിലും കോളേജിലും ഒക്കെ ആയതുകൊണ്ട് അത്ര പൊളിറ്റിക്കലായിട്ടുള്ള ടോപ്പിക്സ് അല്ല. പക്ഷേ നാഷണലിസ്റ്റിക് ടോപ്പിക്സ് ഒക്കെ വരാം, പിന്നെ സൊസൈറ്റിയെ ബാധിക്കുന്ന ടോപ്പിക്സ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും പൊളിറ്റിക്കൽ അല്ല. പക്ഷേ പൊളിറ്റിക്കൽ കാര്യങ്ങൾ വായിക്കാനൊക്കെയുള്ള ചെറിയ ചെറിയ താല്പര്യം, വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ ഞാനും എൻ്റെ ഒരു 4 ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ സ്വന്തം താല്പര്യത്തിൽ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് നോട്ട് ഫോർ എ PhD, നോട്ട് ഫോർ സബ്മിറ്റിംഗ് എ തീസിസ്. ഞാൻ കോളേജ് കഴിഞ്ഞ സമയമാണ്, ഓൾമോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയമാകുമ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇൻട്രസ്റ്റ് അതിലുണ്ടായി. ഓൺലൈനായിട്ട് കണ്ട ഒരു 4 ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ട് അങ്ങനെ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ആ റിസർച്ച് സ്റ്റിൽ ഗോയിങ് ഓൺ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ടോപ്പിക് ഓൾസോ, വൈൽ ബീയിങ് ഹിസ്റ്റോറിക്കൽ ഇറ്റ് വാസ് പൊളിറ്റിക്കൽ ഓൾസോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഹൗ ദ പോളിറ്റി വാസ് ബേസിക്കലി ഫോംഡ്, അങ്ങനത്തെ കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് വന്നു. അത് വന്നതോടുകൂടി പിന്നെ ഏതോ ഒരു സമയത്ത് ഐ തിങ്ക് 2014-15 മേ ബി എനിക്കൊരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ, ബേസിക്കലി അതൊരു ഹിസ്റ്ററി റിലേറ്റഡ് ടോപ്പിക്ക് തന്നെയാണ്, റിസർച്ച് ഓറിയൻറ്റഡ് ആണ്, ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും, ബേസ്ഡ് ഓൺ റിസർച്ച്. അപ്പോൾ അതെഴുതി. അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം കൂടെ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരെണ്ണം കൂടെ കൊടുത്തു. അപ്പോൾ അന്ന് കാവേരി ബംസായിയാണ് അവരുടെ എഡിറ്റർ അറ്റ് ലാർജ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൽ. ഷീ സെൻഡ് ഇറ്റ് ടു ദെയർ എഡിറ്റർ. എന്നിട്ട് പറഞ്ഞു ദിസ് ഇസ് എ ന്യൂ റൈറ്റർ സോ ആൻഡ് സോ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം അവർ തന്ന ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ റൈറ്റിംഗ് ഓൺ അതർ ടോപ്പിക്സ് ഓൾസോ വിൽ ബി ഹാപ്പി ടു പബ്ലിഷ് ഇറ്റ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഐ പ്രോബ്ലി കോൺട്രിബ്യൂട്ടഡ് 50-60 ആർട്ടിക്കിൾസ് ടു ദം. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സാധനങ്ങളിലേക്കും ഒക്കെ ഡൈവേർട്ടായി വന്നു. പിന്നെ ഈ പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന രീതിയിലത്തേക്കൊക്കെ വരുന്നത് ബേസിക്കലി അന്ന് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട്. ഐ തിങ്ക് അറൗണ്ട് 2015-16 ആണ് യാക്കൂബ് മേമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെററിസ്റ്റിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് കോടതി ഒരു ഓർഡർ ഇടുന്നു. അന്ന് വളരെ അസാധാരണമായിട്ട് രാത്രിയിൽ സുപ്രീം കോടതി, അതായത് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഇയാളെ ഹാങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇയാൾ വീണ്ടും ഒരു പ്ലീ കൊടുക്കുന്നു. അത് തലേന്ന് രാത്രിയിലാണ്. അപ്പോൾ സുപ്രീം കോർട്ട് ഒരു വളരെ അസാധാരണമായിട്ടുള്ള ഒരു സിറ്റിംഗ് രാത്രി 12 മണിക്കോ മറ്റോ നടത്തുന്നു. വെളുപ്പിനെ വരെ ഇയാളുടെ കേസ് കേൾക്കുന്നു, അത് ഡിസ്മിസ് ചെയ്യുന്നു. പിന്നെ വിത്തിൻ 2 hours ഹി വാസ് ഹാങ്ഡ്. അപ്പോൾ ആ ദിവസം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് വാസ് വെദർ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഷുഡ് ബി ദെയർ ഓർ നോട്ട്. ഇതാണ്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണം എന്നുള്ള താല്പര്യത്തിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ അന്ന് രാവിലെ, അതായത് ഈ തലേന്ന് പിറ്റേ ദിവസം ഹാങ് ചെയ്യുന്നു, തലേദിവസം രാവിലെ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി ഇവർ കൊടുക്കുന്നു, അവർ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ആ ആർട്ടിക്കിൾ അർണബ് ഗോസ്വാമി വായിക്കുന്നു. ആൻഡ് ഹി കോൺടാക്റ്റഡ് മീ അറൗണ്ട് നൂൺ. എന്നിട്ട് ഈ ടോപ്പിക്കിൽ ഇന്ന് ഒരു ഡിബേറ്റ് ഉണ്ട്, വുഡ് യു ബി ഏബിൾ ടു സിറ്റ്. അപ്പോൾ ഞാനങ്ങനെ
നേരത്തെ ഇരുന്നിട്ടില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇരിക്കാം. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ, സുപ്രീം കോർട്ടിലെ ലീഡിങ് ലോയേഴ്സ് ഇവരൊക്കെ ആയിരിക്കും പാനലിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. സോ ദാറ്റ് വാസ് മൈ ഡെബ്യൂ. അപ്പോൾ അതിനുശേഷം പിന്നെ മലയാളത്തിലുമായി, പിന്നെ അവിടെയായി, അങ്ങനെ പൊളിറ്റിക്കൽ അനാലിസിസിലേക്ക് മാറി. Nice. I've also heard that you had stage fright. ഇനീഷ്യലി പണ്ട് അല്ലേ? പണ്ട്. How did you overcome that? അപ്പോൾ അത് ഐ ലേൺഡ് ഇൻ ദ ഹാർഡ് വേ. അങ്ങനെ പറയുന്നതാണ് നല്ലത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഈ പ്രസംഗ മത്സരങ്ങളിൽ പോകുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 3 ടോപ്പിക്ക് തരും. അപ്പോൾ നേരത്തെ നമുക്കറിയാം നമ്മൾ ഈ 3 ടോപ്പിക്ക് ഭംഗിയായിട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് കാണാതെ പഠിച്ച് പോയി അവിടെ പ്രസൻറ്റ് ചെയ്യാറ്. ഡെലിവറി മാത്രമാണ്, വേറെ ഒരു പരിപാടിയില്ല. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് തന്നെ നമ്മൾ അറിയണമെന്നൊന്നുമില്ല. ഇപ്പോഴും കാണാം ചില കുട്ടികളൊക്കെ അങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഞാൻ ഓർക്കുമോ പണ്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അപ്പർ പ്രൈമറിയോ എന്തോ ആവുന്ന സമയത്ത് ടോപ്പിക്ക് അപ്പോഴേ തരുള്ളൂ. അപ്പോൾ നമ്മൾ തട്ടിൽ കയറാൻ പോകുന്ന സമയത്ത് ടോപ്പിക്ക് തരും, 5 മിനിറ്റ് യു ക്യാൻ തിങ്ക്, എന്നിട്ട് പോയി പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് കുറച്ച് പൊടിക്കൈകളുണ്ട്. ലൈക്ക് ദർ ഹാസ് ടു ബി ആൻ ഇൻട്രോ, ദർ ഹാസ് ടു ബി ആൻ ഔട്ട്രോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഏത് ടോപ്പിക്കിനും പറ്റുന്നത് പോലെ ഒരു സാധനം നമ്മൾ ഓൾറെഡി വെക്കും. അത് ദേശീയോദ്ഗ്രഥനം വന്നു കഴിഞ്ഞാലും പോപ്പുലേഷൻ കൺട്രോൾ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും. ഈ മിഡിൽ മീറ്റാണ് നമ്മൾ അന്നേരം സൃഷ്ടിച്ചെടുക്കേണ്ടത്. അന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നത് മൈലപ്ര മൗണ്ട് ബദനി സ്കൂളാണെന്ന് തോന്നുന്നു, ഭീകരാലയം. അപ്പോൾ അന്ന് അവിടെ ഇതേപോലെ എന്തോ ഒരു ടോപ്പിക്ക് തന്നു. ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പോഴും ആ ടോപ്പിക് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതെന്താണെന്ന് അറിയില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞാൻ പഠിച്ചിട്ടുള്ള എനിക്ക് അറിയാവുന്ന എന്തെങ്കിലുമായിട്ടൊക്കെ ഞാൻ ഇതിനെ ലിങ്ക് ചെയ്ത് നോക്കി. അതൊന്നും അല്ലെങ്കിൽ വലിയ അബദ്ധമാവും അവിടെ പോയി എന്ന് പറയുമ്പോൾ. അപ്പോൾ തട്ടൽ കയറുന്ന സമയമായി, എന്നെ വിളിക്കുന്നു, ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഹ്യൂജ് ഓഡിയൻസ്. ഒരു പക്ഷേ ഞാൻ അതിനു മുമ്പ് പ്രസംഗ വേദികളിൽ നിന്നിട്ടുള്ളതിനേക്കാൾ ഏറ്റവും വലിയ ഓഡിയൻസാണ്. അപ്പോൾ അതിൽ പേരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. നമ്മുടെ ഇൻട്രോ അങ്ങ് അടിച്ചു, അതേതായാലും ഇത് കോമൺ ആണ്, അതടിച്ചു. അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാൻ വയ്യ, എനിക്കറിയില്ല എന്താണ്. അപ്പോൾ ലിറ്ററലി അവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ഹ്യൂജ് ഓഡിയൻസിന് മുന്നിൽ നിന്നിട്ട് താനി ബബ്ബ അടിച്ചു. അതുപോലെ അപമാനം വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ നാണക്കേടായി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ എന്തോ പറഞ്ഞൊപ്പിച്ചു, ദാറ്റ് ഈ ടോപ്പിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഫർദർ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിപാടി നിർത്തി ഞാൻ അങ്ങ് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ ഫ്രണ്ടിൽ കൂടിയാണ് പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ആൾക്കാരുടെ ചിരി, കളിയാക്കൽ, ഇതൊക്കെ ആയിട്ട് ഈ പരിപാടി വേണ്ട എന്ന് വെച്ചു. ഇനി ഈ പരിപാടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ബ്രദറാണ് സാധാരണ ഇതിനൊക്കെ എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, അല്ല അങ്ങനെ നിർത്തേണ്ട പരിപാടി അല്ലത്. ഇതുവരെ നീ പെർഫോം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നേരത്തെ ഈ സാധനം എടുത്ത് കാണാതെ പഠിച്ച് പോവാണ്. ഇതിനൊരു വൈഡ് റീഡിംഗ് ഇല്ല, അപ്പോൾ നിനക്ക് കാര്യങ്ങൾ അറിയത്തില്ല. നീ കാര്യമായിട്ട് പത്രം വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, മാസികകൾ വായിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ ഈ സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എഴുതി തരുന്ന സാധനം മാത്രം നീ ഇങ്ങനെ വായിച്ച് കാണാതെ പഠിച്ച് ഡെലിവറി ചെയ്യും. അപ്പോൾ ആദ്യം എനിക്കത് വലിയ താല്പര്യമില്ല. പിന്നെ പതുക്കെ സീരിയസ്ലി അതിനുശേഷം പിന്നെ ഈ കൈ കിട്ടുന്നതും വായിക്കുക എന്നൊരു സംഭവം തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോൺഫിഡൻസ് ആയി. അങ്ങനെ വീണ്ടും മത്സരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ സ്റ്റേജ് ഫ്രൈറ്റിനെ ഓവർകം ചെയ്യുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ലേൺഡ് ഇറ്റ് ദ ഹാർഡ് വേ. പക്ഷെ അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ് ആണ്. പക്ഷേ വന്ന സമയത്ത് ഈ ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് അതുവരെ ഉണ്ടാകാതിരുന്ന ഒരു സംഭവം, നോർമലി നമ്മൾ കാണാതെ പഠിച്ചിട്ട് വരുന്ന ഒരു സാധനം വരുമ്പോഴേ നമ്മളത് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡറും സീക്വൻസും ഒക്കെ കണക്ട് ചെയ്യാണ് അറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. നമ്മൾ ഈ ഓഡിയൻസ് ആരാണ്, എന്താണ്, യു പ്രോബ്ലി വുഡന്റ് ഈവൻ റെക്കഗ്നൈസ് വൺ ഫേസ്. ഒന്നുമില്ല. നമ്മളുടെ ഒരാൾ എവിടെ ഇരിക്കുന്നതെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് നോക്കത്തില്ല. നമ്മൾ ആ സാധനത്തിൻ്റെ പ്രോപ്പർ ഡെലിവറി ഓൺ ടൈം ആണോ, കഴിഞ്ഞു, പോയി. പക്ഷേ ഇത് കയ്യിൽ പറയാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ആൾക്കാരെയൊക്കെ നോക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ഓഡിയൻസിൻ്റെ ഒരു സ്നാപ്പ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലതുണ്ട്. നോട്ട് എൻറ്റയർലി സ്റ്റേജ് ഫ്രൈറ്റ് പെർ സേ, പക്ഷേ സ്റ്റിൽ ഹാസ് എലമെന്റ്സ് ഓഫ് ഇറ്റ്. ഭയങ്കര മോശം. അപ്പം വായനയുടെ കാര്യം പറഞ്ഞപ്പോൾ ലൈക്ക് യു ഹാവ് ടു ഹാവ് a very strong base from reading and listening about culture, tradition, politics, all of that. From adu enganeyana, how did you cultivate that over a period of time? Basically inna sadhanam vaayikka anganeyonnumilla.
കിട്ടുന്നത് എന്തും വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് പൊളിറ്റിക്സിലാണെന്നുണ്ടെങ്കിൽ തന്നെ ദർ ഇസ് എ ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്, ലെഫ്റ്റ് ചരിത്രകാരന്മാരുണ്ട്, റൈറ്റ് വിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ദർ ഇസ് എ സെൻട്രിസ്റ്റ് വ്യൂ. ഈ സാധനം ഒന്നും മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ഈ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ആദ്യമേ കയ്യിൽ കിട്ടുന്ന സാധനം വായിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഈ കിട്ടുന്ന സാധനം ഈസ് ട്രൂത്ത്, നമ്മളുടെ ഒറിജിനലായിട്ട് ഒരു തിങ്കിങ്ങും ഇല്ല. എന്താണോ ഇതിൽ എഴുതിയിരിക്കുന്നത് ആ സാധനത്തിനെ നമ്മൾ ആസ് സച്ച് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് നടക്കുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം ഇതേ സാധനത്തിന്റെ തന്നെ വേറൊരാൾ എഴുതിയിരിക്കുന്ന ഒരു വേർഷൻ കിട്ടും. ആൻഡ് ദാറ്റ്സ് വെയർ ദ കോൺഫ്ലിക്റ്റ് ബിഗിൻസ്. അപ്പോൾ ഇത് കോൺട്രഡിക്ടറി ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. ആ സമയത്ത് നമ്മൾ സ്വന്തം ഒറിജിനൽ തോട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യും. ആ സമയത്താണ് ഞാൻ എപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും ഏത് ടൈപ്പ് ഓഫ് ബുക്സ് ആണ് റെക്കമെൻഡ് ചെയ്യുക. ഞാൻ അങ്ങനെ പറയുക ഒരാൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് വായിക്കും. കിട്ടുന്നത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ ലോജിക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരാൾ എഴുതുന്നത് എത്ര വലിയ പേരുകാരനായാലും ആ ആൾ എഴുതുന്ന സാധനത്തിനെ നമ്മൾ അതേപടി അങ്ങ് അക്സെപ്റ്റ് ചെയ്യേണ്ട. അത് ഏറ്റവും നല്ല ഹിസ്റ്റോറിയൻ ആയിക്കോട്ടെ, ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യേണ്ട. യു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സാധനം നോക്കുക ആൻഡ് ടേക്ക് ഇറ്റ്. അപ്പം ടേക്ക് ഇറ്റ് ഓൾവേസ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ടാവാനായിട്ടത് And also a space to rearrange the whole thing in your head. സീരിയസ്ലി, കാരണം അങ്ങനെയാണ് ഒരു ഒറിജിനൽ തോട്ട് ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ പറയുന്നു, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ, പ്രൈം മിനിസ്റ്ററുടെ, ആരുടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഒരു ദിവസത്തെ TV ഡിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് കേട്ടതിന് ശേഷം ഇതാണ് സത്യം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനോ അതിനപ്പുറത്തേക്ക് പറയാനോ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാണുന്ന ഏതൊരു കാര്യത്തിനെയും ആ രീതിയിൽ തന്നെ നമ്മളുടെ ഒരു എലമെൻറ്റും കൂടി അതിനൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു അതാണ് ബേസിക്കലി വാട്ട് കൾട്ടിവേറ്റ്സ് യുവർ തോട്ട്. വാട്ട് എവർ യു ഹിയർ നമ്മൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് എക്സാക്ട്ലി. എന്നിട്ട് പിന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ സ്വീറ്റ് ടൈം. നമുക്കത് എഴുതാം. ഇഫ് ഐ ഹാവ് ടു ഡെലിവർ സംതിങ് ബൈ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ, ഞാൻ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ റോ തോട്ട്സ് എഴുതുന്നു. എന്നിട്ട് ദെൻ ഐ ഡിസൈഡ് ഓക്കെ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ല, ഈ പാരഗ്രാഫ് ഇവിടെ വരണം. ഇതൊക്കെ ആൾക്കാർക്ക് ചെയ്യണം, അതൊരു റൈറ്റേഴ്സ് ഫ്രീഡമാണ്. പക്ഷേ ലൈവ് ഡിബേറ്റിൽ വരുന്ന സമയത്ത് ഈ ലക്ഷറി ഇല്ല. അവിടെ ഓൾ യു ഗെറ്റ് ഈസ് പ്രോബ്ലി 4 minutes. അപ്പോൾ ആ 4 minutesൽ നമുക്ക് പറയാനുള്ള പോയിന്റ് എന്താണ്, യു ഹാവ് ടു ഡ്രൈവ് ഹോം ദ പോയിന്റ്. ഈ പറയുന്ന സാധനം ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് എ സ്റ്റോറി. അപ്പോൾ എന്താണ്, അതിനൊരു ബിഗിനിങ് ഉണ്ടായിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ മീറ്റ് വേണം, അതിനൊരു എൻഡിങ് ഉണ്ടായിരിക്കണം. ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ ഇൻസിഡൻറ്റിലും കണക്ട് ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും എനിക്ക് തോന്നുന്നു നമ്മളുടെ ആർട്ടിക്കുലേഷൻ, നമ്മൾ ആൾക്കാരിൽ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള സംഭവം. അപ്പോൾ അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് എങ്ങനെ പാർട്ട് നാച്ചുറൽ ആൻഡ് പാർട്ട് പ്രോബ്ലി കൾട്ടിവേറ്റഡ് അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ സ്ട്രക്ചറാക്കി ചെയ്യുന്നു യുവർ തോട്ട്സ്, എന്നിട്ട് യു ആർട്ടിക്കുലേറ്റ് ഇറ്റ് ആൻഡ് യു പ്രോബ്ലി വിൻ ദി ഓഡിയൻസ്. Okay. A lot of your posts, comments on social media brings about a lot of debate, controversies, all of that. So how do you manage that criticism? And എന്താ പറയുക, ഒരു ഓൺലൈൻ ട്രോളിങ്ങിൻ്റെ അവസ്ഥ വരെ പലപ്പോഴും വരാറുണ്ട്. So how do you manage that? ഇപ്പം നമ്മൾ പറഞ്ഞത് എയറിൽ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നു, അതിൻ്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു, അപ്പോൾ നമ്മൾ എയറിലാകുന്നു. പിന്നെ നമ്മൾ എയറിൽ നിന്ന് എപ്പോഴെങ്കിലും താഴെ ഇറങ്ങുന്നു. നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കും പബ്ലിക് ഒപ്പീനിയൻ പറയാം എന്നുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് സാധനം. അതായത് ഞാനിപ്പോൾ ഒരാളിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഇറ്റ് കുഡ് ബി ദ CM. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് എൻ്റെ ഒപ്പീനിയനാണ്. അത് ഞാൻ പറയുന്നത് എവിടെയാണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എക്സസൈസ് ചെയ്തിട്ടാണ്. ഇത് കേൾക്കുന്ന ആളിന് ഇതിനെ ഉൾക്കൊള്ളാം, ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വെഹമെൻ്റായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാം. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അബ്യൂസ് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദർ ഈസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ ഒരു പ്രോപ്പർ ക്രിറ്റിസിസം ആൻഡ് ആൻ അബ്യൂസ്. ഇത് അബ്യൂസ് ആവാതിരിക്കുന്നിടത്തോളം എത്ര ഷാർപ്പായിട്ട് വേണമെങ്കിലും ആൾക്കാർക്ക് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നോർമലി ഫസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത് തന്നെ അബ്യൂസാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ന് വെച്ചാൽ വി വിൽ ഗെറ്റ് യൂസ് ടു ദിസ്. പിന്നെ ഇവരെന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അതങ്ങനെ ആവുകയോ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ആൾക്കാരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറഞ്ഞ് വായടപ്പിക്കാം എന്നൊക്കെയാണ്. അതൊരു ഇൻറ്റിമിഡേഷൻ ടാക്ടിക്സ് ആണ്. അത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എൻ്റെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാലോ എൻ്റെ റിയാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാലോ അറിയാം. അപ്പോൾ നമ്മൾ അതിൽ ഇൻറ്റിമിഡേറ്റഡ് ആയി പോയി, ഓക്കെ ഞാൻ ഇനി അത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പോൾ അത്തരം കാര്യങ്ങളില്ല. ആ രീതിയിലത്തേക്കുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാർ അതേപോലെ ഉണ്ടാവും. പിന്നെ
നമ്മൾ പറയുമ്പോൾ ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് യു ഹാവ് 2 ഓപ്ഷൻസ്. ഒന്നുകിൽ യു ക്യാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ഇറ്റ് ഓർ യു ക്യാൻ റെസ്പോണ്ട് ടു ഇറ്റ്. ആൻഡ് റെസ്പോണ്ട് ചെയ്യുന്നതിന് തന്നെ 2 രീതിയുണ്ട്. എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തിരക്ക് ഉത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന പരിപാടിയാണ്. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെയുള്ള അയാൾക്ക് കിട്ടേണ്ട രീതിയിലെത്തേക്ക്, ബിക്കോസ് ഹി ആസ്ക്ഡ് ഫോർ ഇറ്റ്. അപ്പോൾ അത് അവർ ഡിസർവ് ചെയ്യുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില വിഷയങ്ങളിൽ നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ തന്നെ ചാനലുകൾ, മറ്റ് പൊളിറ്റീഷ്യൻസ് ഒക്കെ അതിനെ എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യും. വ്യാഖ്യാനങ്ങൾ വേറെ മേ ബി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഒരു കാര്യത്തിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കാം. ഐ ലീവ് ഇറ്റ് ടു ദം. അതൊന്നും കുഴപ്പമില്ല, ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ്. അത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ അഭിപ്രായം പറയരുത്, വീട്ടിലിരിക്കണം. അങ്ങനെയല്ല, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻ ദി സ്പേസ് ഓഫ് ഗിവിംഗ് ഒപ്പീനിയൻ യു ആർ ബൗണ്ട് ടു ബി ക്രിട്ടിസൈസ്ഡ്. അത്രയും. സോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പണ്ട് മുതലേ, അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയ ഇന്ത്യയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആൻഡ് ദർ ഹാസ് ബീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു has used it to better political or ട്രഡീഷണൽ കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് വളരെ ആവശ്യമുള്ള, അത്രത്തോളം നെസസിറ്റി അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു കോസാണത്. കാരണം നമ്മുടെ നീറ്റിൻ്റെ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതാകെ പൊളിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻകപ്പാസിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുന്നു, അത് റിവീൽ ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നാച്ചുറലി ക്രിറ്റിസിസം ഉണ്ടാകും. അത് ഉണ്ടാകേണ്ടതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ദർ വിൽ ബി ഡിമാൻഡ്സ് ഫോർ ദി റെസിഗ്നേഷൻ ഓഫ് ദി കൺസേൺഡ് പേഴ്സൺ. അത് ഈ കാര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പോൾ ആ ഡിമാൻഡ് വാസ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ്. അതിന് മീൻസ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, പിന്നെ യു ഹാവ് എ റൈറ്റ് ടു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് എക്സസൈസ് ചെയ്യാം. അൺടിൽ വൺ പോയിന്റ് ഓഫ് ടൈം ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. ആൾക്കാരവിടെ സമാധാനപരമായിട്ട് വരുന്നു. പിന്നെ പഴയ ഗാന്ധിയൻ മാർഗ്ഗങ്ങളുണ്ടല്ലോ, എന്താണ് നിരാഹാര സത്യാഗ്രഹം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അവർ ലോ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് അവർ പെർമിഷൻസ് വേണ്ട, അത് ചോദിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു. പിന്നെ അത് വയലൻ്റ് ആകുന്നു. അതിലേക്ക് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് വരുന്നു. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതിനപ്പുറത്തേക്കുള്ള ഡിമാൻഡുകൾ വരുന്നു. പിന്നെ നമ്മൾ കണ്ടു അത് പ്രധാനമന്ത്രിയുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് ഒക്കെ ആയി. പിന്നെ മറ്റ് പല പൊളിറ്റിക്കൽ സ്ലോഗൻസും ഒക്കെ അതിനകത്തിലേക്ക് കയറി വന്നു. ഞാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? പൊളിറ്റിക്കൽ സ്ലോഗൻ പറയുന്നതൊക്കെ ഇറ്റ്സ് ഫൈൻ, അത് വേറെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരാളിനെ അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. അതെങ്ങനെയായാലും, അതായത് ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ടാണെങ്കിലും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും അബ്യൂസ് ചെയ്യുന്നത് ശരിയല്ല. അത് നമ്മളുടെ യുവാക്കൾ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊരു വളരെ നെഗറ്റീവ് റോങ് സിഗ്നലാണ്. കാരണം അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വി സെറ്റ് അവർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഹോപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അവർ ഈ രീതിയിലത്തേക്ക് മോശമായ രീതിയിലത്തേക്ക് പറയുകയും ഈവൻ ദെയർ വെയർ കോൾസ് ഫോർ റേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇഫ് ഇറ്റ് ക്രോസസ് ഓവർ ടു അബ്യൂസ്, ഇപ്പോൾ ഉള്ളത് ബോർഡർ ലൈൻ അബ്യൂസാണ്. അത് അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അവകാശമാണ് എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മുടെ രാജ്യത്തുള്ള ഒരു അവകാശവും അബ്സല്യൂട്ടല്ല. അബ്സല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തും എനിക്ക് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഒരവകാശവും അബ്സല്യൂട്ടല്ല. അതുകൊണ്ട് അത് ആൾക്കാർ മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനം, ഞാൻ പലയിടത്തും അത് പറയുകയും ചെയ്തു. ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു ചാനലിൽ രാത്രിയിൽ വന്ന ഒരു ചർച്ചയിൽ ഈ കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി ഇതിലിരിപ്പുണ്ട്, ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റിന് എന്തുകൊണ്ടാണ് പെർമിഷൻ വാങ്ങാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ മറുപടിയാണ് എന്നെ ഞെട്ടിച്ചത്. കുട്ടി പറയുന്നത്, ഞങ്ങളൊരു സിസ്റ്റത്തിനെതിരെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ പെർമിഷൻ വാങ്ങുക എന്ന് പറയുന്നത് വളരെ വിയേർഡല്ലേ എന്ന് വെച്ചാൽ എന്താണ് ഒരു ജനാധിപത്യത്തിൽ നടക്കേണ്ടത്, ഒരു ഭരണക്രമത്തിൽ നടക്കേണ്ടത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന വിവരം പോലും ഇല്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡേഞ്ചറസ്. ഞാൻ പറഞ്ഞത് നമ്മളൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പോലെയല്ല, അത് ഡേഞ്ചറസ് ആണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ അബ്യൂസ് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആ അബ്യൂസ് എന്ന് പറയുന്നത് ഒരു കാർട്ടൂണായി വരച്ചു കൊണ്ടുവന്ന് യാതൊരു വിധത്തിലുള്ള
പ്രശ്നവുമില്ലാതെ ക്യാമറയുടെ മുന്നിൽ കാണിക്കുക, ക്യാമറയുടെ മുന്നിൽ ബാഡ് വേർഡ്സ്, അബ്യൂസസ് ഒക്കെ ഷൗട്ട് ചെയ്യുക, പ്ലക്കാർഡായിട്ട് എഴുതിക്കൊണ്ട് വന്ന് കാണിക്കുക, ആ രീതിയിലത്തേക്കൊക്കെ ഇന്നത്തെ യുവാക്കൾ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേഞ്ചറസ് എന്നുള്ളൊരു കാര്യമാണ്. അത് കറക്റ്റ് ചെയ്യണം, അത് തടയേണ്ടതാണ്. അവരെ അഡ്വൈസ് ചെയ്യണമെങ്കിൽ അഡ്വൈസ് ചെയ്യണം, ഏത് രീതിയിലാണോ അവരെ കറക്റ്റ് ചെയ്യണം. ഇന്നത്തെ ടെലിവിഷൻ ഡിബേറ്റ്സ്, ഡു യു തിങ്ക് അതൊരു പ്രോപ്പർ ഡെമോക്രാറ്റിക് ഡിസ്കഷൻ ആണോ, അതോ ഹാസ് ഇറ്റ് ബിക്കം എ ലോട്ട് ഓഫ് നോയ്സ് വിത്തൗട്ട് ഇറ്റ് ബീയിങ് എ മീനിങ് ഡിസ്കഷൻ? നല്ല ചോദ്യം. കാരണം രണ്ട് രീതിയിലാണ് എനിക്കതിനെ കാണാനുള്ളത്. ഒന്ന്, ഞാൻ നോർമലി പങ്കെടുക്കുന്നത് ഇംഗ്ലീഷ് ചർച്ചകളിലും മലയാളം ചർച്ചകളിലുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് വളരെ കുറവ് ഇംഗ്ലീഷ് ചർച്ചകളിലേ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമാണ്. കാരണം ഇറ്റ് ഹാസ് ബിക്കം നോയ്സ്. അതിൽ ഒരിക്കലും ഒരു ജനാധിപത്യ രീതിയില്ല. മീനിങ് ഫുള്ളായിട്ട് ഇത് കാണുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേക്ക് അവേ ഇല്ല. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ ഡിബേറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ ജീവിതത്തിലെ 1 മണിക്കൂർ അയാൾ നമുക്ക് വേണ്ടി ഇരിക്കുകയാണ് അല്ലേ, ഈ ടോപ്പിക് അറിയാൻ വേണ്ടിയിട്ട്. അയാൾക്ക് 1-2 ടേക്ക് അവേ എങ്കിലും വേണം. അപ്പോൾ അയാൾക്ക് എന്തായി സംഭവിക്കുന്നതെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം, അയാൾക്കൊരു വ്യൂ കിട്ടണം. പക്ഷേ അത് പറ്റാത്ത രീതിയിലത്തേക്ക്, ഒരു പാൻഡമോണിയം എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്ക് ഈ പല ഇംഗ്ലീഷ് ഡിബേറ്റുകളും മാറിയിട്ടുണ്ട്. ചില ചാനലുകൾ ഓക്കെയാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു അരമണിക്കൂർ ഡിബേറ്റിന് 6 പാനലിസ്റ്റ്. ആരെന്ത് പറയാനാ? 1 മണിക്കൂർ ഡിബേറ്റിന് 8-9 പാനലിസ്റ്റുകൾ. അതിൽ തന്നെ കറക്റ്റ്. അതായത് ആദ്യം ചിലപ്പോൾ യു വിൽ ഗെറ്റ് സം 20 seconds അൺഇൻറ്ററപ്റ്റഡ്. അതിനുശേഷം നമ്മൾ കാണുന്നത് മുഴുവനും ക്രോസ് ടോക്കാണ്. ക്രോസ് ടോക്ക്, അതായത് നമ്മൾ 2 ആൾക്കാരെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നു. മേ ബി ദർ ഈസ് എ മോഡറേറ്റർ ഇൻ ബിറ്റ്വീൻ. ചിലപ്പോൾ ഇവർ 2 മാത്രമേ ഉള്ളൂ. കുറേ ഫയറൊക്കെ ഇങ്ങനെ വരും, വേഴ്സസ് എന്നൊക്കെ എഴുതി കാണിക്കും. ഇത് ഒപ്പീനിയനാണ് ക്ലാഷ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആൾക്കാർക്ക് ക്ലാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ, അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ അതിന് എനിക്ക് ഈ 2 ആൾക്കാരും പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റണം, എന്നിട്ടായി സിന്തസൈസ് ചെയ്ത്. അതിനുള്ള സ്കോപ്പില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹളമാണ്, അലമ്പാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു 2 years 1.5 years മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ഡിബേറ്റ്സ് ഒക്കെ ബോർഡർ ലൈൻ ടോക്സിക് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനകത്തിൽ ഒരു കാര്യമില്ല. 8-10 പേരിരിക്കുന്ന ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ നമ്മളും സ്പെൻഡ് ചെയ്യല്ലേ. അത് സ്പെൻഡ് ചെയ്തിട്ട് യു വിൽ ഹാർഡ്ലി ഗെറ്റ് 1.5 minutes 90 seconds. അതിൽ തന്നെ ആരൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റും ഇല്ല. അതുകൊണ്ട് വളരെ ആൾക്കാർ കുറച്ചിട്ടുള്ള മീനിങ് ഫുൾ ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം ഡിബേറ്റ്സ് ആർ സെയിൻ ഇപ്പോഴും. കാരണം നമ്പർ ഓഫ് ആൾക്കാർ വളരെ കുറവാണ്. 3 to 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. 1 hour ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആങ്കേഴ്സൊക്കെ ഓൾദോ ദേ ഹാവ് പൊളിറ്റിക്കൽ ബയസ്, ഇവരൊക്കെ ഒരു ടോളറൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്താലും അവർ പറയുന്ന പോയിന്റിനെ ക്രിട്ടിസൈസ് ചെയ്താലും ഒക്കെ ആൾക്കാർ കേട്ടിരിക്കും, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സമയം തരും. അങ്ങനെയൊക്കെ ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ അത് കോംപ്രമൈസ് ചെയ്യപ്പെടുമായിരിക്കും, പക്ഷേ ജനറലി ദാറ്റ് ഈസ് അലൗഡ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാളം ഡിബേറ്റ്സ് ആർ സ്റ്റിൽ മീനിങ് ഫുൾ. പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ADGPയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുമോ ഇല്ലയോ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അലഗേഷൻസ് ഉണ്ടല്ലോ. ഈ വിഷയമൊക്കെ ഇവിടുത്തെ ചാനലുകൾ കാര്യമായിട്ട് എടുത്തത് കൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. PSC വിഷയം, അപ്പോൾ നമ്മൾ നീറ്റ് മാത്രമല്ലല്ലോ പറയണ്ടേ, ഇവിടുത്തെ PSC വിഷയമാണ്. ആ PSC വിഷയത്തിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അവകാശങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഈ ചാനലുകൾ ശബ്ദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ അറിയുന്നു. അപ്പോൾ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ കണ്ടതാണ്. അതിൽ ഇവിടെ ആക്ച്വലി നമ്മുടെ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരെല്ലാം ഇത് കാണുന്നുണ്ട്. ഈ ഡിബേറ്റ്സ് ഒക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ജനറൽ സെൻറ്റിമെൻറ്റ് എന്താണെന്നുള്ളതിനെ പറ്റി അവർ അറിയുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഗുണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഗുണം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഗുണം ഉണ്ടാകുന്നുണ്ട്. നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ മുഖ്യമന്ത്രി ഇത്തവണ വന്നത് എങ്ങനെയാണ്? നോർമലി കോൺഗ്രസ് ചെയ്യുന്നത്, ഒരു പാർട്ടി ജയിച്ചു, അവർക്ക് മെജോറിറ്റി കിട്ടി, MLA മാരോട് ചോദിക്കുന്നു ആരാകണം മുഖ്യമന്ത്രി, അവർ പറയുന്ന ആളെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ വന്നത് എങ്ങനെയാണ്? ഇത്തവണ വന്നത് ആ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ല, MLA വോട്ട് വെച്ചിട്ടല്ല ഒരാൾ വന്നത്. കുറച്ച് MLA മാരുടെ മാത്രം സപ്പോർട്ടുള്ള വേറൊരാൾ വന്നതിൻ്റെ കാരണം ഈസ് ബിക്കോസ് ദ കോൺഗ്രസ് ഹൈക്കമാൻഡ് ന്യൂ വാട്ട് ദി പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് വാസ്. അത് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ അതിന് അവരുടെ സഖ്യകക്ഷികളുടെ കാര്യം ഉണ്ടായിരിക്കാം, ഇവിടുത്തെ ആൾക്കാരുടെ പൾസ് ഇതൊക്കെ അറിയുന്നത് മീഡിയയിൽ നിന്നാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആൾക്കാരെ ഒരു കോഴ്സ് കറക്ഷന് വേണ്ടിയിട്ടൊക്കെ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. Okay. So coming back to your personal life, so you're not just a political or social analysis ചെയ്യുന്ന ഒരാളല്ല. You're an IT professional.
So how does a day in your life look like? As in, how do you manage between this new എന്ന് പറയാൻ പറ്റില്ല, but Yeah, then it's been 10 years. this passion of yours, and then your regular work and things like that. ഞാൻ ഒരു IT പ്രൊഫഷണൽ ആയിട്ട് ദിസ് ഈസ് മൈ 21st ഇയർ. ഡിബേറ്റിൽ ദിസ് ഈസ് മൈ 11th ഇയർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡ്സ് ആണ്. അതെ. ഓക്കെ, ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം രണ്ടും കൂടെ കാര്യമായി ഓവർലാപ്പ് ചെയ്യാറില്ല. നമ്മുടെ ഇവിടുത്തെ ഡിബേറ്റ്സ് എന്നൊക്കെ പറയുന്നത് നോർമലി വൈകുന്നേരത്തെ പ്രൈം ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് അതും എൻ്റെ വർക്കിംഗ് അവേഴ്സും തമ്മിൽ ഒരു ഡയറക്റ്റ് ക്ലാഷ് ഇല്ല. ഒന്ന്, അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. രണ്ട്, നമ്മളെ വളരെ അജൈലാക്കി നിർത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മൊണോട്ടണസ് അല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ജോലി ഇങ്ങനെ മാത്രം ഷട്ടിൽ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയോണ്ട് എ പോയിന്റ് ഓഫ് ടൈം യുവർ ലൈഫ് ബിക്കംസ് മോണോട്ടണസ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കിൻ്റെ ടൈമുണ്ട്, ആ ടൈമിൽ വർക്ക് മാത്രമാണ്. ഡിബേറ്റിൻ്റെ ടൈമുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ ടൈമുണ്ട്, ആ സമയത്ത് അത് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റിസർച്ച് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സമയത്ത് അത് മാത്രമാണ്. അപ്പം പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഇതിന് ഓരോന്നിനും ഒരു സ്റ്റാർട്ടിങ് ടൈമും ഒരു കട്ട് ഓഫ് ടൈമും ഉള്ളതുകൊണ്ട് ലൈഫ് മൊണോട്ടണസ് അല്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. വർക്കിന് സമയമുണ്ട്, ഫാമിലിക്ക് സമയമുണ്ട്, റിസർച്ചിന് സമയമുണ്ട്, ഡിബേറ്റിന് സമയമുണ്ട്, എന്തെങ്കിലും എഴുതാൻ സമയമുണ്ട്, പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും പോയി സംസാരിക്കുന്നതിന് സമയമുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആക്ച്വലി ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ പേഴ്സൺ, ആസ് എ പ്രൊഫഷണൽ ഓൾസോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ബേസിക്കലി ഒരു അനലിറ്റിക്കൽ സാധനമാകുമ്പോൾ ഒന്നിൻ്റെ ആപ്ലിക്കേഷൻ ഒരിടത്ത് മാത്രമല്ല. ഞാൻ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഫിസിക്സിൻ്റെ അന്ന് പഠിച്ചിരിക്കുന്ന ഏതൊക്കെ തിയറംസ് ഉണ്ട് എന്നൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയണമെന്നില്ല. പക്ഷേ ഞാൻ അതാണോ പഠിക്കുന്നത്? അല്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില കാര്യങ്ങൾ കൂടിയാണ്. നമ്മൾ ആ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന കാര്യങ്ങൾ മാത്രമല്ല. മേ ബി ഒരു സയൻസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനലിറ്റിക്കൽ സ്കിൽ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സംഭവം, പ്രൂഫ് പോയിന്റ് വെച്ചിട്ട് ഒരു കാര്യത്തിനെ വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. ആ ലേണിംഗ് നമുക്ക് എവിടെയും പോകില്ല. ആ ലേണിംഗ് ഹാസ് ആപ്ലിക്കേഷൻ ഇൻ യുവർ ലൈഫ്. ഫോർഗെറ്റ് പൊളിറ്റിക്സ്, ഇറ്റ് ഹാസ് ആപ്ലിക്കേഷൻ ഇൻ യുവർ ലൈഫ്. അങ്ങനത്തെ പല കാര്യങ്ങളിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും അതാണ്. ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ, എൻ്റെ മോളോട് തന്നെ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ പറയുന്നത് ചോദ്യം ചോദിക്കണമെന്നാണ്. നമ്മൾ എന്താ ചെയ്യുക, ഡിബേറ്റിലിരിക്കുന്ന സമയത്ത് വി ഗിവ് ആൻ ഒപ്പീനിയൻ ആൻഡ് വി ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കുന്നതിന് നമ്മൾ എപ്പോൾ ഭയപ്പെടുന്നോ ആ സമയത്ത് പരിപാടി കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ചോദ്യം ചോദിക്കുന്ന അബദ്ധമാകുമോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ചോദിക്കാതിരുന്നു, ഐ ക്യാരി ബാക്ക് എ ലോട്ട് ഓഫ് ഡൗട്ട്സ്. അതുണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നത്തെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവർക്ക് മേ ബി ഒരു അഡ്വൈസ് വേണമെങ്കിൽ അവരാരോടെങ്കിലും ചോദിക്കുക. അവരെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവുക. സീരിയസ്ലി, നമ്മൾ ഈ ഭരണഘടനയൊക്കെ പൊക്കി വെച്ചിട്ടാണ്, അംബേദ്കറിന്റെ പടം കൊണ്ടുവച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിനെക്കുറിച്ച് അറിയുക കൂടി വേണമല്ലോ. അതല്ലാതെ വെറുതെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംവിധാൻ ഹേ എന്ന് പറഞ്ഞാൽ ഓക്കെ, സംവിധാൻ ഹേ, പക്ഷേ സംവിധാനിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയണം. അവിടെയാണ് നമ്മുടെ നിയമത്തിനെ റെസ്പെക്ട് ചെയ്യണം, ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യണം, കോടതികളെ റെസ്പെക്ട് ചെയ്യണം. ഒരു നാട്ടിലൊരു റൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂളിനെ റെസ്പെക്ട് ചെയ്യണം. അതല്ലാതെ ഈ സംവിധാനത്തിനെതിരെ ഞാൻ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അനാർക്കി, ഇറ്റ്സ് നോട്ട് ഡെമോക്രസി. ആ ഒരു കാര്യം ആൾക്കാർ മനസ്സിലാക്കണം. Shijit, what or who has the greatest influence in your intellectual journey? എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ സുഭാഷ് ചന്ദ്രബോസാണ്. എൻ്റെ റിസർച്ചും അദ്ദേഹത്തിനെ കുറിച്ചാണ്. 2003 ഒരു ഇൻഫോർമലായി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2005 ആയപ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച്, ഒരു വിഷൻ, എങ്ങനെയായിരിക്കണം ആ റിസർച്ച്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു കറക്റ്റ് ഗൈഡ് ലൈൻ ഉണ്ടാകണം എന്ന ധാരണയിൽ ഞാനും എൻ്റെ 4 സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് വി ഫോംഡ് ആൻ NGO. അതൊരു നോൺ പ്രോഫിറ്റ് ട്രസ്റ്റാണ്. മിഷൻ നേതാജി എന്നാണ് അതിൻ്റെ പേര്. ഡൽഹി ബേസ്ഡ് ആണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വി ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ് റിസർച്ച് ഇൻ എ മോർ ഓർഗനൈസ്ഡ് മാനർ വിച്ച് സ്റ്റിൽ ഗോസ് ഓൺ. 2 decades ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ 5 പേര് മാത്രമാണ് അതിൻ്റെ കോർ ആൾക്കാർ. അതിനങ്ങനെ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഗ്രോ ചെയ്യുന്നൊരു സംഭവമല്ല. പക്ഷേ അറ്റ് ടൈംസ് വി ഹാവ് ഹാഡ് ഡിഫറെൻറ്റ് ഹാറ്റ്സ്. ഫോർ എക്സാമ്പിൾ, അതിനെ ഒരു പ്രഷർ ഗ്രൂപ്പ് എന്ന രീതിയിലത്തേക്ക് നമ്മളതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനെ അതിൻ്റെ റിസർച്ച് പർപ്പസിനപ്പുറത്തേക്ക് ആൾക്കാരിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കോർ റിസർച്ച് ഈസ് നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്. ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു കാര്യം ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തു, അതിൻ്റെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ എടുത്തു. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു എൻക്വയറി കമ്മീഷൻ, ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഫോം ചെയ്തിരുന്ന ഒരു എൻക്വയറി കമ്മീഷനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ വിവരം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ ഇത് കൺഫേം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ യു പി ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വി സെറ്റപ്പ് ബയോഗ്രാഫിക്കൽ ഗാലറി ഇൻ ഫൈസാബാദ്. വീണ്ടും അവിടെ ഒരു സ്റ്റേറ്റ് എൻക്വയറി കമ്മീഷൻ വരാൻ കാരണമായി. വി ഹാവ് ഹാഡ് ഡിസ്കഷൻസ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ആസ് ഏർലി ആസ് 2015 ഇൻ ഹിസ് ഫസ്റ്റ് ടേം. എന്നിട്ട് അദ്ദേഹം ഞങ്ങൾ പറയുന്നത് കേട്ടതിന് ശേഷം ഹി ഡീക്ലാസിഫൈഡ് അറൌണ്ട് 1000 ഫയൽസ് വിച്ച് വെർ കെപ്റ്റ് ക്ലാസിഫൈഡ് ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് എറ ആൻഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇൻക്ലൂഡിങ് നമ്മുടെ രാജ്പത്ത് കർത്തവ്യപഥ് എന്ന് പറഞ്ഞ് പേര് മാറ്റുന്ന സമയത്ത് അവിടെ ഇന്ത്യ ഗേറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു കാനോപ്പിയിൽ, ഒരു ഫ്രീ ആയിട്ട് നിന്നിരുന്ന ഒരു കാനോപ്പിയിൽ അതിന് താഴെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്ന ചടങ്ങ്. ആൻഡ് വി വെയർ ഓൾസോ ഇൻവൈറ്റീസ് ടു ദാറ്റ് ഇവൻറ്റ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ റിസർച്ച് ഈസ് സ്റ്റിൽ അബൌട്ട് ഹിസ് ഡിസപ്പിയറൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് someone by the name ശ്രീജിത്ത് മുഖർജി, ഒരു റിനൗണ്ട് ബംഗാളി ഫിലിം മേക്കറാണ്. അദ്ദേഹം 2018-19 പീരീഡിൽ he bought rights to our research. എന്നിട്ട് he developed that into a script. അതൊരു ഗുംനാമി എന്ന പേരിൽ ഒരു സിനിമയാക്കി, which basically tells the story of a group of 5 people setting out to close out this mystery. അപ്പോൾ അതിനകത്തിൽ നമ്മൾ പല ആൾക്കാരുടെയും ഒറിജിനൽ നെയിമൊക്കെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബംഗാളി ഫിലിം. എനിക്ക് തോന്നുന്നു 2019-20 റിലീസ് ചെയ്തത്. ആൻഡ് ദാറ്റ് ഫിലിം വൺ 2 നാഷണൽ അവാർഡ്സ്, ഇൻക്ലൂഡിങ് ദ ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ദ റിസർച്ച് ഈസ് ഓൺ. അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പറയുകയും അത് സ്കൂൾ ബുക്കുകളിൽ പ്രിൻ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ റിസർച്ച് തീരുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫേർട്ടുണ്ട്. അപ്പം ദ വൺ പേഴ്സൺ ഹു ഹാസ് ഇൻഫ്ലുവൻസ് മീ ദ മോസ്റ്റ് ഈസ് സുഭാഷ് ചന്ദ്രബോസ്. കാരണം അത്ര ഫിയർലെസ് ആയിട്ടുള്ള ഒരു നേതാവ്, രാജ്യം അദ്ദേഹത്തിനോട് താങ്ക്ലെസ് ആകും എന്ന തോന്നലുണ്ടായിരുന്ന സമയത്ത് പോലും ആ ഒരു കോസിന് വേണ്ടിയിട്ട് നിൽക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രീ ഇന്ത്യ ഗവൺമെൻറ് ഇൻ എക്സൈൽ അതുണ്ടാക്കുകയും ഓൾമോസ്റ്റ് 1 ഡസൻ രാജ്യങ്ങളുടെ പിന്തുണ നേടുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളിനോട് വി കാൻ ബി താങ്ക്ലെസ് ആസ് എ നേഷൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ടു ഗിവ് ഹിം ഹിസ് അപ്രോപ്രിയേറ്റ് പ്ലേസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് ആൾക്കാർ ചിന്തിച്ചേക്കും. പക്ഷേ അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസപ്പിയറൻസ് മിസ്റ്ററി എന്താണെന്ന് നമ്മൾ അനർത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ല അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന സ്ഥലം. ഹി ഹാസ് ടു സിറ്റ് ഓൺ എ ഹയർ പെഡസ്റ്റൽ. അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു റിസർച്ചാണ്. അപ്പം ഇഫ് യു ആസ്ക് മീ, ഞാൻ ഉറക്കത്തിലും പറയും ഇറ്റ് ഹാസ് ടു ബി സുഭാഷ് ചന്ദ്രബോസ്. ഇൻ യുവർ ഒപ്പീനിയൻ, കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വാട്ട് ആർ യു ഹോപ്പ്ഫുൾ അബൌട്ട് ആൻഡ് വാട്ട് ആർ യുവർ കൺസേൺസ്? ഹോപ്പ്ഫുൾ എന്ന് വെച്ചാൽ നമുക്കൊരു ഇന്നേറ്റ് പ്രൈഡ് ഉണ്ട് നമ്മുടെ രാജ്യത്തിന്. ഇപ്പോൾ നമ്മുടെ എപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, അത് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം, മറ്റ് രാജ്യങ്ങളിലായിരിക്കാം, നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അവരോട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10, 30, 40 വർഷമായിട്ട് അവരായിരിക്കും. പക്ഷെ മനസ്സിൽ ഇപ്പോഴും അവർ മലയാളിത്തം വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മളെക്കാൾ പാഷനേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് പലപ്പോഴും പുറത്താണ്. അപ്പോൾ ആ ഒരു ഫീലുണ്ട്, മലയാളി കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലുണ്ട്. ആ ഫീൽ ഈസ് ദെയർ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് പലർക്കും എന്തെങ്കിലും തിരിച്ചിവിടെ വരണം, ഇനി അഥവാ വരാൻ പറ്റിയില്ലെങ്കിൽ ഇവിടത്തേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഓണസ്റ്റ് ഫീലിംഗ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ബിലോങ്ങിങ് ഉണ്ട്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്. ആ സാധനം ആൾക്കാർക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഹോപ്പ് അതാണ്. പക്ഷേ റിസ്ക് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ബ്രെയിൻ ഡ്രെയിൻ. ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, ആൻഡ് ദാറ്റ് ടാലൻറ്റ് ഈസ് നോട്ട് കമ്മിങ് ബാക്ക്. അത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ല. അപ്പോൾ ആ പൊളിറ്റീഷ്യൻസ് ഒക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ലെറ്റ്സ് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി അവർ ബോധമല്ല. ഞാൻ പലപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ അവർ ഓക്കെ എനിക്ക്
നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണം. ബ്രാൻഡ് ഒന്നും ചിലപ്പോൾ വലിയ കോൺഷ്യസ് ആവില്ല. എൻ്റെ തലമുറ വന്നപ്പോഴത്തേക്ക് ബ്രാൻഡ് കോൺഷ്യസ് ആയി. എൻ്റെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് ചെറിയ പരുവത്തിൽ തന്നെ ബ്രാൻഡ് കോൺഷ്യസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് എ വ്യൂ അബൌട്ട് ദെയർ ലൈഫ്. അതിങ്ങനെ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ എക്സ്പെക്ടേഷൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പം മാറുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യുവതലമുറയുടെ അല്ലെങ്കിൽ അടുത്ത തലമുറയുടെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് സങ്കല്പത്തിന് ചേരുന്ന രീതിയിലത്തേക്ക് അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം. അതല്ലാതെ നമുക്ക് മാസം 10,000 രൂപ 15,000 രൂപ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ആൾക്കാർ നിൽക്കില്ല. എന്തുകൊണ്ട് ആൾക്കാർ പോകുന്നത്? ഒന്ന്, ഹയർ എഡ്യൂക്കേഷൻ. ആ ഹയർ എഡ്യൂക്കേഷൻ ഈസ് എ റൂട്ട് ടു ദെയർ ലൈഫ്. അപ്പോൾ അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം. ഇതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ചെയ്യുക. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് കഴിയുന്നില്ല. രണ്ട്, എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ബിഗ്ഗസ്റ്റ് ബോട്ടിൽ നെക്ക് ഈസ് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനാണ്. അത് വളരെ പൂറാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഒരു ഒഫീഷ്യൽ വൈറ്റ് പേപ്പർ വന്നിരിക്കുന്നതിൽ 5 ലക്ഷം കോടി രൂപ കടം. അപ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വാട്ട് ഈസ് എ വേ ഔട്ട്? ഇതൊരു ട്രാപ്പാണ്, ഒരു എറ്റേണൽ ട്രാപ്പാണ്. അതിനകത്തിൽ പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് അൺടാങ്കിൾ ചെയ്തിട്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള മാർഗ്ഗങ്ങളൊന്നും തന്നെ ആരും പറയുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത് ഈ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ട്. ആ ഡിഫിക്കൽട്ടിയാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മളെല്ലായ്പ്പോഴും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് പകരം സെൻട്രലിൽ നിന്ന് ഫണ്ട് തരൂ, അവിടുന്ന് ഫണ്ട് തരൂ, ഇവിടുന്ന് ഫണ്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി നമ്മളിവിടെ ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹെവി ഇൻഡസ്ട്രീസ് ഒന്നും ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് പറ്റുന്നത് എന്താണ്? ഇപ്പോൾ ആൾക്കാർ പറയും നോളജ് എക്കോണമി, ഓക്കെ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന, നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് സോൾവ്സ് ഓൾ ദീസ് പ്രോബ്ലംസ്. ഫൈനാൻഷ്യൽ പ്രോബ്ലം, ആൾക്കാരുടെ പ്രോബ്ലം, ബ്രെയിൻ ഡ്രെയിനും ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ അതിനെ തടയുന്നത് ഓവർ പൊളിറ്റിസൈസേഷനാണ്. പൊളിറ്റിക്സ് ഈസ് ഗുഡ്, പക്ഷേ ഓവർ പൊളിറ്റിസൈസേഷൻ എന്ന് പറയുന്നത് നല്ലതല്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്നതെല്ലാം പൊളിറ്റിക്കലാണ്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് ഇവിടെ കേരള യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒറിജിനൽ ഫോമിൽ പണ്ട് രാജാവിൻ്റെ കാലത്ത് സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ ചാൻസലർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് കത്തയച്ച് വിട്ടതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ വരുമോ എന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് CV രാമനെ നോക്കി, എനിക്ക് തോന്നുന്നു JC ബോസിനെ, ആരെയൊക്കെയോ നോക്കി, അങ്ങനെ കുറേയധികം ആൾക്കാരെ നോക്കി. അപ്പോൾ അവരെ ഒന്നും അന്ന് കിട്ടിയില്ല. ഞാൻ പറയുന്നത് അന്നത്തെ വിഷൻ എന്തായിരുന്നു? ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരണം എന്നുള്ളതാണ്. ഇന്നത്തെ വിഷൻ എന്താണ്? നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടുണ്ടോ? പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പോൾ സിലബസിൽ പൊളിറ്റിക്സ്, ഈ പിന്നെ തലപ്പത്ത് പൊളിറ്റിക്സ്, ഈ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇവിടെ ഉണ്ടാവുന്നില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഠനം എന്ന് പറയുന്നത് നമുക്ക് അവസാനം കിട്ടുന്ന ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല. ഞാൻ പഠിച്ചിരുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഞാൻ കുമാരനാശാൻ്റെ ഇന്ന കവിതയുടെ ഇത്രാമത്തെ വരി ഓർമ്മയുണ്ടോ? അതല്ല ഞാൻ പഠിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടെ കുറേ വാല്യൂസ് പഠിക്കുന്നു. അത് എല്ലായ്പ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് എൻ്റെ റിയൽ ടേക്ക് അവേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാവുക? ഫുൾ പൊളിറ്റിസൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അപ്പോൾ ഈ ഓവർ പൊളിറ്റിസൈസേഷനാണ് ഇതിനെല്ലാം നശിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് വെയർ ഐ ഹാവ് എ കൺസേൺ. ആൻഡ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം സിൻസ് യു ആർ ഇൻ ടു അനാലിസിസ് ആൻഡ് ഇപ്പം ഒത്തിരി ആൾക്കാർ ആസ് എൻ യങ്ങർ ജനറേഷൻ ഇസ് എ ലോട്ട് മോർ അവെയർ ഓഫ് എവറിത്തിങ് ദാറ്റ്സ് അറൗണ്ട് ദം ഇൻക്ലൂഡിങ് പോളിറ്റിക്സ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് what is your one advice probably? Okay. I usually don't give advices. I don't take advices. Okay. എനിക്ക് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. അതായത് വാട്ട് മെയ്ഡ് സമ്മൺ സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ യു ഡോണ്ട് ഹാവ് ടു റീഇൻവെൻറ്റ് ദ വീൽ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഒരാൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന സക്സസ് മന്ത്രം എന്താണ്? ജസ്റ്റ് കോപ്പി അഡാപ്റ്റ്. ഞാൻ എപ്പോഴും അതേ പറയാറുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ ഗുണമുണ്ടാകും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കിട്ടിയാൽ എന്തും വായിക്കുക, എല്ലാത്തിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക, ഒരു ചോദ്യവും ബാക്കിയാക്കാതിരിക്കുക, ആരോടും ചോദിക്കുക, ബട്ട് കീപ്പ് ഇറ്റ് സെയിം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ ഒരു തലമുറയ്ക്ക് ഉണ്ട് എങ്കിൽ അറ്റ് ദ സെയിം ടൈം റിയലൈസിങ് വാട്ട് യുവർ റെസ്പോൺസിബിലിറ്റി ഈസ്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ നീറ്റിൻ്റെ പ്രൊട്ടസ്റ്റിനെ പറ്റി പറഞ്ഞു. ആ പ്രൊട്ടസ്റ്റിൻ്റെ കോർ എന്താണ്? നമ്മൾ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. കോർ എന്താണ്? ഈ സിസ്റ്റം ഫെയിലിയറായി ദർ ഹാസ് ടു ബി അക്കൗണ്ടബിലിറ്റി, അല്ലേ? അത് മാത്രമേ ഉള്ളൂ. യു ടേക്ക് ഔട്ട് ദ നെയിംസ്, യു ടേക്ക് ഔട്ട് പൊളിറ്റിക്സ്, സിസ്റ്റം ബ്രേക്കായി ദർ ഹാസ് ടു ബി എൻ അക്കൗണ്ടബിലിറ്റി. ആ അക്കൗണ്ടബിലിറ്റിയുടെ പേരിലാണ് മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ഫെയർ ഡിമാൻഡ്. ഇപ്പുറത്ത് പ്രൊട്ടസ്റ്റ് ഉണ്ടായി, പ്രൊട്ടസ്റ്റും മോശമായി, പ്രൊട്ടസ്റ്റിൽ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് വന്നു, പ്രൊട്ടസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയി, ദർ ഹാസ് ടു ബി അക്കൗണ്ടബിലിറ്റി. ഹൂ? ആര്? അപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങളല്ല. സി, ഇതൊക്കെ ഗവൺമെൻറ്റും പറഞ്ഞതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളല്ല. അപ്പോൾ കേന്ദ്രം എന്താ പറഞ്ഞത്? NTA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ഉണ്ട്. ഇറ്റ്സ് നോട്ട് അസ്.
അതൊരു പിന്നെ ഓട്ടോണമസ് ബോഡിയാണ്. ഇതേപോലെ ഇവർ പറയുന്നുണ്ട് ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, വേറെ ആരോ വന്നത് ചെയ്തതാണ്, അല്ലെങ്കിൽ സർക്കാർ തന്നെ ആരെയോ പ്ലാൻ ചെയ്തതാണ് എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആയതിൻ്റെ പേരിൽ മന്ത്രി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ പ്രതിഷേധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അപ്പോൾ നോ റൈറ്റ് ടു സ്പീച്ച് കംസ് വിത്തൗട്ട് യുവർ റൈറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ഏറ്റെടുക്കാൻ കൂടി തയ്യാറാണ്. സോ യു ആസ്ക് ക്വസ്റ്റ്യൻസ് ബട്ട് അറ്റ് ദ സെയിം ടൈം ബി റെസ്പോൺസിബിൾ. Thank you so much. I really appreciate your time with Walk With Me. Thank you so much. Thank you so much.